പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി എടുത്ത ആൾക്കാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം വിഷമതകളെയും വേദനകളെയും കർത്തൃദിവസത്തിന് സമർപ്പിക്കേണ്ട സമയമാണിത്. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഓരോ തരം പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരീക്ഷ കഴിഞ്ഞവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോരോ ആവശ്യത്തിന് വേണ്ടി കർത്താവ് സാമ്പത്തികമായ ഇത് ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരും അതിന് വ്യത്യസ്തമായ ഡേറ്റുകൾ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും ആ ഡേറ്റിനുള്ളിൽ നടന്നില്ലെങ്കിൽ അത് വലിയ വിഷയമായി മാറാൻ സാധ്യതയുള്ള എല്ലാവരെയും ഇപ്പോഴും അങ്ങേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, കർത്താവെ, അതേസമയം തന്നെ കർത്താവെ, എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള ബന്ധങ്ങൾ, കേസുകൾ, വഴക്കുകൾ, ഭിന്നതകൾ, തെറ്റായ പ്രണയങ്ങൾ, അതിലെല്ലാം എല്ലാം കർത്താവ് അനുഭവിക്കുന്ന കുടുംബങ്ങൾ, കുടുംബത്തിൻ്റെ അവസ്ഥകൾ, അവരുടെ കണ്ണുനീരുകളെ കർത്താവ് അംഗീകരിപ്പിക്കുന്നു. വിവാഹിതരായവരിൽ തന്നെ ഉണ്ടാക്കുന്ന ഭിന്നതകൾ, അവർ തമ്മിൽ നിലനിൽക്കുന്ന കേസുകൾ, അതുമൂലം ഉണ്ടാകുന്ന കുടുംബത്തിൻ്റെ തകർച്ചകൾ, കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനങ്ങൾ, എൻ്റെ ഈശോയെ, വാശിയിലും വൈരാഗ്യത്തിലും മത്സരത്തിലും പെട്ടുപോയ ഒരു കർത്താവെ, അതിൻ്റെ വിജയത്തിന് വേണ്ടി കർത്താവെ അന്ധമൂകരായി കർത്താവെ പ്രവർത്തിക്കുന്നവർ കർത്താവെ, അതിന് വേശം വൈരാഗ്യം ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ ഭാഗം ശരിയാണെന്ന് ന്യായീകരിക്കാൻ വേണ്ടി കർത്താവെ എല്ലാ എനർജികളും ഉപയോഗിക്കുന്നവർ എല്ലാവരെയും കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഭിന്നിച്ച കുടുംബങ്ങൾ, തകർന്നുപോയ കുടുംബങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ കർത്താവെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോഴേ കർത്താവ് കുടുംബഴി എടുത്തതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെ ലഭിച്ചവരും പ്രഗ്നൻ്റ് ആയവരെയും കർത്താവെ നിന്റെ തിരുമുറുതും വലതുകരും അവിടെ ഉദരങ്ങൾ സ്പർശിച്ച് കർത്താവെ പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെ കർത്താവ് ആരോഗ്യത്തിൽ പ്രസവിക്കുന്ന അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താവെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്ന കർത്താവ്. അതുപോലെ തന്നെ കർത്താവ് മക്കളില്ലാത്തവർ വേദനിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഈശോ അൾത്താരിൽ അവിടെ രക്തത്തിൽപ്പെടുന്ന കുഞ്ഞുമായി അൾത്താരക്കറ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുടുംബം പോറ്റാൻ ജോലിയില്ലാത്തവർ മക്കളുടെ മുമ്പിൽ കർത്താവെ അഭിമാനത്തിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ കടത്തിലും സാമ്പത്തിക അവസ്ഥകളിലും പെട്ടുപോയ മാതാപിതാക്കന്മാരെ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ സങ്കടം അനുഭവിക്കുന്നവരെ, കൊടിയ വേദന അനുഭവിക്കുന്ന അവരെല്ലാം കർത്താവ് ഇപ്പോഴും ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ചൊരിയട്ടെ. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. എല്ലാ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ മൗനമായിട്ട് സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ ആവേ മരിയ ആവേ ആവേ മരിയ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ധ്യാനത്തിലൂടെ അന്വേഷിക്കുന്നത് എങ്ങനെ വാഗ്ദാനം, ദൈവത്തിൻ്റെ വാഗ്ദാനം എങ്ങനെ പ്രാപിക്കാം, അഥവാ ദൈവവാഗ്ദാനം. നമുക്കറിയാമല്ലോ, അതായത് എന്തുകൊണ്ടാണ് വാഗ്ദാനത്തെക്കുറിച്ച് പറയുന്നത്? നമുക്കുള്ള എല്ലാ ദാനങ്ങളും, ഒരു മനുഷ്യൻ്റെ മെയിൻ്റെനൻസ്, ഭൗതികമായ അവൻ്റെ മെയിൻ്റെനൻസിന് ആവശ്യമായ എല്ലാ ദാനങ്ങളും സുവിശേഷം അതിനെ വാഗ്ദാനമെന്നാണ് പറയണത്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ ദാനങ്ങൾ വാക്കിൻ്റെ ഉള്ളിലൂടെ നൽകുന്നതിനാണ് വാഗ്ദാനമെന്ന് പറയണത്. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദാനങ്ങളുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു പദ്ധതിയാണ്, പ്രാർത്ഥനയാണ്, പക്ഷെ ഒരു പ്രാർത്ഥന പദ്ധതിയാണ്. പദ്ധതിയുടെ ഉദ്ദേശം എന്താണ്? ഈ വാക്കിലുള്ള ദാനങ്ങളെ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ദാനങ്ങൾ വാക്കിലുണ്ട്. ഈ വാക്കിലുള്ള ദാനങ്ങളെ വിശ്വസിച്ചും സ്നേഹിച്ചും പ്രത്യാശിച്ചും അതിനുവേണ്ടി കഷ്ടതകൾ സഹിച്ചു, അങ്ങനെ വ്യത്യസ്തമായ മാർഗങ്ങളാണ് ബൈബിളിലുള്ളത് വാഗ്ദാനങ്ങളെ പ്രാപിക്കാനുള്ള. അപ്പോൾ ചെറുതും വലുതുമായ വാഗ്ദാനങ്ങളുണ്ട്. ചെറിയ വാഗ്ദാനങ്ങൾക്കൊക്കെ വിശ്വാസം മതിയാവും. വിശ്വാസം, ഇപ്പം നമ്മൾ ഗലാത്യർ 4-ാം അധ്യായത്തിലെ 3-ാം അധ്യായം, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 22-ാമത്തെ തിരുവചനം, 22-ാമത്തെ തിരുവചനം അല്ലേ? എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നു. അതായത് യേശുക്രിസ്തുവിൻ്റെ കാര്യം, പാപമെന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ഈശോയുടെ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവം ഈ പാപം എന്ന് പറയുന്ന വിഷയം എല്ലാവരെയും ബാധിക്കുന്നതാണ്. അല്ലേ? മനുഷ്യത്വത്തിനെതിരായി ചെയ്യുന്നതെല്ലാം പാപമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചില്ലേ, അപ്പോൾ അവൻ്റെ ആ മനുഷ്യത്വം എന്തുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മൃഗങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നതല്ല മനുഷ്യരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം മനുഷ്യത്വത്തിനെതിരായി ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും പാപമാണ്. അപ്പോൾ ഈ മനുഷ്യത്വം എന്ന് പറയുമ്പോൾ അവൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് അനപേക്ഷണീയമായി ഓരോരോ കാലങ്ങളിൽ മനുഷ്യത്വം വ്യത്യസ്തപ്പെട്ടിരിക്കും അല്ലേ? ഇക്കാലങ്ങളിലുള്ള മനുഷ്യത്വം എന്ന് പറയുന്നത് ശരിക്കും ഇത്രയും നാൾ മനുഷ്യരാശി ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് സാംസ്കാരികമായ ഒരു എന്താണ് റിഫൈനിങ്, നമ്മളെ ശുദ്ധീകരണം, സാംസ്കാരിക ശുദ്ധീകരണം നടന്നതിന് ശേഷം ഇക്കാലം കിട്ടുന്ന മനുഷ്യത്വമാണ്. അപ്പോൾ പണ്ട് പലതും ശരിയായിരുന്നത് എന്ന് ഇപ്പം ശരിയല്ല. പണ്ട് ശരിയായിരുന്നത് അത് ആ കാലങ്ങളിൽ അത് പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ഇപ്പം ശരിയല്ല. ഇപ്പം ജെൻഡർ ഇക്വാലിറ്റി ഇപ്പം മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ
പരിഗണനാ വിഷയമാണ്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും തമ്മിലുള്ള തുല്യ അവകാശം. പണ്ട് 10,000 കൊല്ലം മുമ്പ് ഇത് അത്ര റെഫറൻസ് ഉള്ള പോയിൻ്റ് അല്ലായിരുന്നു. അപ്പോൾ പാപമെന്ന് പറയുന്നത് എന്താണ്? മനുഷ്യത്വത്തിനെതിരെ ഉണ്ടാകുന്ന കാര്യം. മനുഷ്യത്വത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് ഓരോരോ കാലങ്ങളിൽ റിഫൈൻ ചെയ്ത് വരുന്ന മനുഷ്യത്വങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്, അതിനെ വ്യത്യസ്തമായ ദൈവിക ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുമ്പോഴാണ് ഒരു മിസ്സിങ് ദ മാർക്ക് വരണത്. ഇത് ഈ ഒരു സാഹചര്യത്തിനെ മനുഷ്യനെ ഇങ്ങനെ മനുഷ്യത്വത്തിന് വിരുദ്ധമായി ചെയ്യാൻ സാധ്യതയുള്ള വിഷയങ്ങളിലേക്ക് മനുഷ്യൻ ചാഞ്ഞു നിൽക്കുമ്പോൾ സംഭവിച്ചു പോകുന്ന ഇന്നബിലിറ്റീസ്, അതിൻ്റെ ഒരു കുറവുകൾ, ഇത് പരിഹരിക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് ഒരു പരിധിവരെ പറ്റത്തുള്ളൂ, അല്ലേ? അതിന് നമുക്ക് ജുഡീഷ്യറി ഉണ്ട്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പോലീസ് സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ ലെജിസ്ലേറ്ററുണ്ട്. ഇതൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിലെല്ലാം നമുക്കറിയാം ആ വിധി ശരിയായില്ല എന്നെന്തുകൊണ്ടാണ് ചെറിയ പറഞ്ഞത്? ആ വിധി ശരിയായില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അതിനകത്ത് എന്തോ ഒരു നീതിയുടെ ഒരു കുറവുണ്ടെന്ന് പൊതുജനങ്ങൾക്ക് തോന്നുമ്പോഴാണ്. അപ്പോൾ ഒരിക്കലും ഈ മനുഷ്യരാശിയെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാ കോടതികൾക്കും എല്ലാ കാലത്തും വിധി പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള പരാധീനതയും പരിമിതികളും അവിടെയും ഒരു മനുഷ്യനാണ് പ്രവർത്തിക്കുന്നത്, അതുണ്ടാവും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന എവിടെയാണ്? ഈശോ പറഞ്ഞത് എന്താണ്? വിധിയെല്ലാം മനുഷ്യപുത്രന് വിട്ടേക്കാൻ പറയും. കാര്യം ലോകത്തിലെ കോടതിയിലുണ്ടെങ്കിലും ശരി, അത് ചിലപ്പോൾ പാളിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഫാക്ട്സുകൾ കിട്ടാനുള്ള ഫാക്ട്സുകൾ ചിലപ്പോൾ ഒളിക്കപ്പെടും, ചിലപ്പോൾ കൊടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ വിധികൾക്കെല്ലാം ചില സമയത്ത് ഒരു മുടന്തനൊക്കെ കാണാം. ചില പെർഫെക്റ്റ് വിധികളായിരിക്കും. പക്ഷെ എന്തായാലും ശരി, ഒരു പക്ക ആൻസർ അല്ല ഇതൊന്നും. അപ്പം അതുകൊണ്ട് പാപവും മനുഷ്യന് സമ്പൂർണമായ പരിഹാരം അറിയാൻ കഴിയണത് ദൈവത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് വിധിയെല്ലാം മനുഷ്യപുത്രനെ വിട്ടേക്കാൻ പറയും. കാര്യം എന്താണ്? വിധിയാളനായി വരണത് മനുഷ്യപുത്രൻ. അക്കാലങ്ങളിലാണ് കള ഏതാണ് വിള ഏതാണെന്നൊക്കെ പറയണത്. കള ഏതാണ് വിള ഏതാണെന്നൊക്കെ പറയണത്. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയമുള്ളതുകൊണ്ട് ക്രിസ്തുവിനെ മസ്റ്റ് ആക്കുന്നത് എന്താണ്? പാപമാണ്, പാപ സാഹചര്യങ്ങളാണ്. അഥവാ ക്രിസ്തുവിനെ മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമായി മാറാനും ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്ക് ക്രിസ്തു, അതാണ് ഇന്ന് വരെ ഈശോ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് നിങ്ങൾ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? അത് എക്കാലത്തോടുമുള്ള ഒരു വെല്ലുവിളിയാണ്. കാര്യം അത്രയും തീർപ്പോടുകൂടി പറയാൻ ലോകത്തിലുള്ള ഒരു മതസ്ഥാപകനെയും പറ്റത്തില്ല. കാര്യം ഈ മനുഷ്യന്മാരെ സൃഷ്ടിക്കപ്പെടുന്ന ആധ്യാത്മിക ബിംബങ്ങൾക്ക് പലപ്പോഴും അക്കാലങ്ങളിലുണ്ടാകുന്ന പ്രിമിറ്റീവായിട്ടുള്ള മനുഷ്യത്വമാണ് പലപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കാലം സഞ്ചരിച്ച് കഴിയുമ്പോൾ അങ്ങനെയുള്ള മൂല്യങ്ങൾ അവർ മുന്നോട്ട് വെച്ച മൂല്യങ്ങൾ ചിലപ്പോൾ കാലഹരണപ്പെട്ടു പോകും. ക്രിസ്തു അപ്പോഴും കാലഹരണപ്പെട്ടു പോകാതെ ഇരിക്കാൻ കാരണം അതാണ് ക്രിസ്തു എന്നും നിലനിൽക്കുമെന്നല്ലേ പറയുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 12:34. അപ്പോൾ ജനക്കൂട്ടം ഏറ്റു പറഞ്ഞ്
അപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ദൈവവചനത്തിൻ്റെ ഒരു നിലപാട് ക്രിസ്തു എന്ന് പറയുന്ന ആ അഭിഷേക ദൈവിക യാഥാർത്ഥ്യം, ദൈവസ്വത്വം കാലത്തിൻ്റെ ഒപ്പം ഇങ്ങനെ നിലനിൽക്കും. അപ്പോൾ ക്രിസ്തുവിലാണ് എല്ലാം സംസ്കരിക്കപ്പെടുന്നതും വിശുദ്ധീകരിക്കപ്പെടുന്നത്. അച്ഛൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ധ്യാന വിഷയം ക്രിസ്തുവാണ്. കാര്യം എന്താണ്? ഉടമ്പടിയുടെ ലക്ഷ്യം, പരമമായ ലക്ഷ്യം എന്താണ്? ക്രിസ്തു രൂപപ്പെടുത്തി വരിക എന്നുള്ള, ക്രിസ്തു രൂപപ്പെട്ടു വരാൻ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ഞങ്ങളെ വിശുദ്ധിക്കുന്ന എല്ലാ ശക്തികളും ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. അപ്പൊ ക്രിസ്തു ഫോം ചെയ്യുക എന്നുള്ളത് ഒരു പ്രക്രിയയാണ്. ക്രിസ്ത്യാനി എപ്പോഴും, പ്രത്യേകിച്ച് ഉടമ്പടി ധ്യാനത്തിലിരിക്കുന്നവരെ, നിങ്ങൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ആൾക്കാരാണ് ആധ്യാത്മികതയിൽ. കാരണം ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ ലക്ഷ്യം വെക്കുന്ന ഒന്നാമത്തെ നിയോഗം എന്താണ്? ക്രിസ്തു തന്നെയാണ്. കാര്യം ക്രിസ്തുവിനെ നമ്മൾ നേടിക്കഴിഞ്ഞാൽ അവൻ എല്ലാം, കാര്യം നമ്മൾ ആദ്യം അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ, ക്രിസ്തു എല്ലാമാണെന്ന്. കാര്യം എന്താണ്? ഇപ്പം കൊളോസ്യസിൻ്റെ 3:11 ഇടയ്ക്ക് നമ്മൾ പറയുന്ന ഉടമ്പടിയുടെ ബേസ്മെൻ്റാണത്. എന്താണ്? ക്രിസ്തു എല്ലാമാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, എല്ലാം കൊളോസ്യസ് 3:11 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ രഹസ്യമായ യേശുക്രിസ്തുവിനെ ഉടമ്പടിയിലൂടെ അതിന്റെ പദ്ധതി പ്രാർത്ഥനകളിലൂടെ ഞങ്ങൾ നേടിയെടുക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ, പിന്നെ ബയോസിക്ക് അയച്ചപ്പോൾ ആ റിപ്പോർട്ട് ക്ലിയർ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം 3 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ടെസ്റ്റിന് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ആഘോഷം 30-ന് ഞാൻ വീട്ടിൽ ഇങ്ങനെ വന്ന്, എനിക്ക് കടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്, ഭയങ്കര ഹാർട്ട് ബീറ്റായിരുന്നു. അതിൻ്റെ കാശുരൂപവും കൊന്തയും ഞാൻ നെഞ്ചിനോട് ചേർത്ത് പിടിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കടക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അമ്മയോട് ഞാൻ പറയുമായിരുന്നു, അമ്മ എനിക്ക് ഇന്നെങ്കിലും കടന്നുറങ്ങാൻ പറ്റണേ. അങ്ങനെ പറഞ്ഞ സമയത്ത് പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്നു, നിൻ്റെ രോഗം സൗഖ്യപ്പെട്ടതിന് ശേഷം നീ എൻ്റെ അടുത്ത് വരണേ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ ശേഷം എൻ്റെ റൂമിൽ നല്ല പ്രകാശമായിട്ട് അപ്പോൾ ഒരു ശബ്ദം കേൾക്കാം, നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു, ക്യാൻസർ എന്ന രോഗത്തെ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈശോ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നതായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഡിസംബറിൽ ഞങ്ങൾ പിന്നെയും ടെസ്റ്റിന് പോയി.
അന്നേരം ആ ടെസ്റ്റിന് ഇട്ടപ്പം പിന്നെയും ബയോസിക്ക് അയച്ചപ്പോൾ ആ റിപ്പോർട്ട് ക്ലിയർ വന്നില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇത് വലിയ നീഡലും കൊണ്ട് ചെയ്യണമെന്ന്. അന്നേരം ആ സമയത്തൊക്കെ ഞാൻ എപ്പോഴും പോകുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് 6:30 ഇറങ്ങും, 9:00 ആകുമ്പോൾ മംഗലാപുരത്ത് എത്തത്തുള്ളൂ. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞിട്ട് പോകും, അമ്മേ നീ ആയിരിക്കണേ എൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നത്, നീ മാത്രമാണ് എന്നെ സുഖപ്പെടുത്താൻ സാധ്യമുള്ളല്ലോ എന്ന് പറയുമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ എല്ലാ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ അന്നങ്ങനെ ജനുവരി 11 ചേച്ചിയാണ് എൻ്റെ കൂടെ ടെസ്റ്റിന് വേണ്ടി വരുന്നത്. അപ്പോൾ ആ ടെസ്റ്റിന് വേണ്ടി അൾട്രാസൗണ്ട് ബയോപ്സിക്ക് വേണ്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി നേർച്ച തൈലം ഉപയോഗിച്ചിട്ടാണ് ഞാൻ സ്കാനിങ്ങിന് വേണ്ടി പോണത്. അപ്പോൾ ആ റൂമിൽ ഇരിക്കുന്ന സമയത്ത് 4 സിൽവർ കളറിൻ്റെ മുത്ത് എനിക്ക് കാണുവാൻ സാധിച്ചു. അന്നേരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് യേശു യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് സ്ഥാനപ്പെട്ടിന് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ തലയ്ക്ക് ചുറ്റും പറക്കുന്നത് കാണുവാൻ എനിക്ക് അതേപോലെ 2 പ്രാവശ്യം എനിക്ക് ശബ്ദം കേട്ടു. അതിനുശേഷം ഞാൻ സ്കാനിങ്ങിന് വേണ്ടി പോയി. സ്കാനിങ്ങിന് വേണ്ടി പോകുന്ന സമയത്ത് കാശുരൂപം കയ്യിൽ പിടിച്ചു. അപ്പോൾ സ്കാനിങ്ങിലൂടെ പരിശുദ്ധമേ നീ ആയിരിക്കണേ എൻ്റെ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന റിപ്പോർട്ടൊക്കെ നോർമലാക്കി തരണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ആ ഫ്ലൂയിഡ് എടുത്തു. അതിലൊരു ചെറിയൊരു മാംസകഷ്ണം ഉണ്ടായിരുന്നു. ആ മാംസകഷ്ണം ബയോപ്സിക്ക് വേണ്ടി ഇട്ടു. അപ്പോൾ ഞാൻ അത് ലാബിൽ കൊടുക്കുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ തന്നായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി നേർച്ച തൈലം തൊട്ടിട്ടാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ആ റിപ്പോർട്ട് വന്നു. അപ്പോൾ അന്ന് രാത്രി ഞാൻ വീട്ടിൽ വന്ന് ഉറങ്ങുന്ന സമയത്ത് അപ്പോൾ ആ ഫ്ലൂയിഡ് എടുത്ത ബോട്ടിൽ എന്നെ കാണിച്ചു. കാണിച്ചിട്ട് ഈശോ പറയുവാണ്, ഇത് എൻ്റെ രക്തവും ശരീരമാകുന്നതാണെന്ന് കാണിച്ചിട്ട് ഈശോ എൻ്റെ റൂമിൽ ഇറങ്ങി പോകുന്നതായിട്ട് ഞാൻ കാണുന്നത്. പിന്നീട് ആ റിപ്പോർട്ട് ജനുവരി 21 കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ചേച്ചിയുടെ മോളോടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ദേവപ്രസാദ് സാറിനെ കാണിക്കുന്ന ഈ റിപ്പോർട്ട്. അപ്പോൾ ആ റിപ്പോർട്ട് കാണിച്ചപ്പോൾ അവളോട് പറയുന്നുണ്ട് ഡോക്ടർ ഇത് ക്യാൻസറാണെന്ന്. അപ്പോൾ ആ ചൊവ്വാഴ്ച അവൾ കാണിച്ചു. അതേ ശനിയാഴ്ച ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ ഇത് ക്യാൻസർ ഒന്നുമില്ല, ഇത് നോർമലാണെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഡോക്ടർ പറഞ്ഞു ഫെബ്രുവരിയിൽ അഡ്മിറ്റ് ആവണം, ഫെബ്രുവരി 6 ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷന് വേണ്ടി ഫെബ്രുവരി 6 ഡേറ്റ് തന്ന് 8 ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് ഫിക്സാക്കി. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഫെബ്രുവരി 2 പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു. ആ കുർബാനയുടെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ആ സിൽവർ കളറുള്ള എൻ്റെ നെക്കിൽ വന്ന് അടിക്കുന്നതായിട്ട് കൊണ്ട് അതിനുശേഷം അത് മാറിയിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. അവിടെ ആ കുർബാനയുടെ സമയത്ത് തന്നെ സ്വർണ്ണ കളറുള്ള പ്രാവ് ആകാശത്തിലോട്ട് പറന്നു പോകുന്നു. ഒരു പേടകവും അതിനിടയിൽ നിന്ന് ഒരു വെള്ളപ്രാവ് ആകാശത്തിലോട്ട് പറന്നു പോകുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ കുർബാനയിൽ ചെല്ലുന്ന അച്ഛനെ കാണുന്നത് എനിക്ക് ജോസഫച്ചനെ തന്നെയാണ്. പിന്നെ ഞാൻ കണ്ണു തുറന്നു നോക്കുന്നു, അന്നേരം ജോസഫച്ചനെ തന്നെയാണ് എനിക്ക് കാണുന്നത്. അച്ഛൻ്റെ കയ്യിലുള്ള ആ ബ്ലെസ്സിങ് കുരിശ് എൻ്റെ തലയിൽ വന്ന് ബ്ലെസ്സിങ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം വന്ന് പിന്നെ 6 അഡ്മിറ്റായി. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു. പിന്നെ ആ ദേവപ്രസാദ് സാറിൻ്റെ OPDയിൽ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ഡോക്ടറുടെ പുറകിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ പിന്നെ അഡ്മിറ്റായി, അതിന് CT സ്കാൻ ചെയ്തു. പിന്നെ അഡ്മിറ്റായി. ഒരു 7-ാം തീയതി ഒരു 2 മണി ആയ സമയത്ത് ഞാൻ പ്രാർത്ഥനയും ചെല്ലും കൊന്തയും ചെല്ലും വിശ്വാസ പ്രമാണം അങ്ങനെ കിടക്കുന്ന സമയത്ത് എൻ്റെ ഇടത്തെ കണ്ണ് സിൽവർ കളറായിട്ട് മാറുന്നു. അങ്ങനെ 10 മിനിറ്റ് സമയത്തോളം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എൻ്റെ ഇടത്തെ കൈക്ക് 5 വർഷത്തോളമായി കൈയും പൊക്കാൻ പറ്റത്തില്ല, ഭയങ്കര വേദനയായിരുന്നു. അതേപോലെ തന്നെ ആ സിൽവർ കൈ വന്ന് ടച്ചായതിന് ശേഷം ആ വേദന ഫുള്ള് മാറി. പിന്നെ ഓപ്പറേഷൻ 8-ാം തീയതി ഓപ്പറേഷനായി, 11-ാം തീയതി ഡിസ്ചാർജായി. ആ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് 1 മണിക്കൂറിനോളത്തോളം നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു. അതിന് ഡിസ്ചാർജായി പോന്നു. പിന്നെ ആ തൈറോയിഡിൻ്റെ ഗ്ലാൻഡ് എടുത്തത് ബയോപ്സിക്ക് വേണ്ടി ഇട്ടു. ബയോപ്സിക്ക് വേണ്ടി ഇട്ടപ്പോൾ 21-ാം തീയതി റിപ്പോർട്ട് വന്ന് കാണിച്ചപ്പോൾ അന്നേരം ഡോക്ടർ പറയുവാണ് ഇത് ക്യാൻസറാണ്, ഇത് പ്രോബ്ലം ഉണ്ട്,
എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്കഷൻ ചെയ്യാൻ ഞങ്ങളിവിടെ പുറത്തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സങ്കടമായി ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫയലും എൻ്റെ 2 മക്കളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് സ്കാനിങ്ങിന് വേണ്ടി വിട്ടപ്പോൾ ആ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അത് നോർമലാണെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെയും ഞങ്ങൾ 2 പ്രാവശ്യം ടെസ്റ്റിന് വേണ്ടി പോയപ്പോൾ ആ റിപ്പോർട്ടെല്ലാം നോർമലാക്കി തന്നു. രണ്ടാമത് എൻ്റെ കയ്യിൽ അലർജി ഉണ്ടായിരുന്നു. 5 വർഷത്തോളമായി എൻ്റെ അലർജി ഉണ്ടായിരുന്നു. ആ അലർജി ഫുള്ള് മാറി. മൂന്നാമത് എൻ്റെ ചേച്ചി ആങ്ങളയുടെ ഭാര്യ ഡോക്ടറാണ്. അപ്പോൾ അവൾ ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങിയ സമയത്ത് അവൾ സ്കൂട്ടിയിൽ നിന്ന് വീണ് ഡിസ്ക് ആകുന്നിട്ട് അവൾക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അങ്ങനെ അവർ മൈസൂർ 10 ദിവസം ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയില്ലായിരുന്നു. അന്നേരം ഡിസ്ക് ആകുന്നതിന് ശേഷം പിന്നെ അവർ കുഞ്ഞുങ്ങളായല്ലോ എന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മേ നീ അവർക്കൊരു കുഞ്ഞിനെ നൽകണമേ. ഇപ്പം 3 മാസമായി ഒരു പെൺകുഞ്ഞിനെ അവർക്ക് നൽകിയിട്ടുണ്ട്. 4ാമതായിട്ട് എൻ്റെ ചേച്ചിയുടെ മോൻ ഡിപ്ലോമയ്ക്ക് മൂടബിദ്രയിൽ പഠിക്കുമായിരുന്നു. അപ്പോൾ അവൻ പെട്ടെന്നൊരു ആക്സിഡൻ്റ് ആയി. ഒരു കാറിനിട്ട് പോയി ഇടിച്ചു. അപ്പോൾ അവൻ ആക്സിഡൻ്റായി വീണിട്ട് അവന് ബോധമില്ലാതെ അബോധാവസ്ഥയിലായി. അപ്പോൾ തലയിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കി. തലയിലെല്ലാം ബ്ലഡ് ക്ലോട്ടാന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവൾ ചേച്ചിയുടെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു. തൈലം പുരട്ടുമായിരുന്നു. പിന്നെ അങ്ങനെ 14 ദിവസം കഴിഞ്ഞതിന് ശേഷം ഓപ്പറേഷനൊന്നുമില്ലാതെ പരിശുദ്ധ അമ്മനെ തൊട്ട് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി. അവരുടെ പഠനം പൂർത്തീകരിച്ചു.